നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല രൂപീകൃതമായത് 1969 ജൂൺ 16. മലപ്പുറത്തിൻ്റെ ജില്ലാ ആസ്ഥാനം മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ മക്ക, ചെറിയ മക്ക എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൊന്നാനി. മക്ക ഓഫ് കേരള ഫുട്ബോൾ മലപ്പുറം. സേവനത്തിനുള്ള ISO സർട്ടിഫിക്കറ്റ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മലപ്പുറം. കൊച്ചി രാജവംശത്തിൻ്റെ ചിഹ്നം പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിൽ. മലപ്പുറത്തെ ഏക തുറമുഖം പൊന്നാനി തുറമുഖം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടം കനോലി പ്ലോട്ട് നിലമ്പൂർ. ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന രഹിത ഗ്രാമം നിലമ്പൂർ. കേരള വുഡ് ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ MSP ആസ്ഥാനം മലപ്പുറം. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂർ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥാപിതമായത് 2012 നവംബർ 1. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂർ. മലയാളം സർവകലാശാലയുടെ മുദ്രാവാക്യം ശ്രേഷ്ഠം മലയാളം. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വാളത്തോൾ. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ പറമ്പ് തിരൂർ. കോട്ടക്കലിൻ്റെ പഴയ പേര് വെങ്കിടക്കോട്ട. കോട്ടയ്ക്കൽ ആര്യ വേദിക് സെൻറ്റർ സ്ഥാപകൻ PS വാര്യർ. ഇന്ത്യയിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആശുപത്രി കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ സോൺ മുനിസിപ്പാലിറ്റി മലപ്പുറം. മലപ്പുറത്തെ ഊട്ടി കൊടികുത്തിമല പെരിന്തൽമണ്ണ. കേരളത്തിലെ ആദ്യത്തെ ജൈവ വിഭവങ്ങൾ പ്രകൃതിദത്ത പാർക്ക് നിലമ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള പഞ്ചായത്ത് ചമ്രവട്ടം. അങ്ങാടിപ്പുറത്തിൻ്റെ പഴയ പേര് വള്ളുവ നഗരം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചന്ദനക്കാവിൽ. നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂർ. ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റി. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. കുടുംബശ്രീ പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചത് മലപ്പുറം 1998 മെയ് 17. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് AB വാജ്പേയി. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. BM കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ 1861. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ തുടക്കം കുറിച്ച ജില്ല മലപ്പുറം. സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം മലപ്പുറം. ആഢ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ റിച്ചാർഡ് ഹിച്ച്കോക്ക്. മാമാങ്കം വേദിയായിരുന്ന തിരുനാവായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ്
വള്ളുവ കോനാത്തിരി. ഇടശ്ശേരിയുടെ ജന്മനാട് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാനി. മലപ്പുറം ജില്ലയിലെ പ്രധാന കായൽ BM കായൽ. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെള്ളിയംതോട് നിലമ്പൂർ. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയുടെ സ്ഥാപകൻ ആയ ആയുർവേദ ആചാര്യൻ PS വാര്യർ. പ്രാചീന കാലത്ത് വെങ്കടക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കോട്ടയ്ക്കൽ. മലബാർ ലഹള നടന്ന വർഷം 1921. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം പെരിന്തൽമണ്ണ. കേരള ചരിത്രത്തിലെ പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കുറുമാത്തൂർ വിഷ്ണു ക്ഷേത്രം, അരിക്കോട്, മലപ്പുറം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചന്ദനക്കാവ്, തിരുനാവായ. വള്ളത്തോൾ നാരായണമേനോൻ്റെ ജന്മസ്ഥലം ചേന്നര, തിരൂർ. നാവാമുകുന്ദ ക്ഷേത്രം, തിരുമാണ്ഡം കുന്ന്, തൃക്കണ്ടിയൂർ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തുഞ്ചൻ പറമ്പ്, തിരൂർ. പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലെ തുഞ്ചൻ പറമ്പ്. മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് മൊയ്യൻകുട്ടി വൈദ്യർ. മൊയ്യൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം കൊണ്ടോട്ടി. മൊയ്യൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി. EMS ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഏലംകുളം മന. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ K. ജയകുമാർ. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം നിലമ്പൂർ. ആദ്യമായി റബ്ബർ തോട്ടവിള കൃഷിയായി മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചരിവുകളിലും ആരംഭിക്കുകയും ഇവിടെ നിന്ന് കുടിയേറ്റക്കാർ മലബാറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്തു. മലയാളം റിസർച്ച് സെൻറ്റർ ആസ്ഥാനം തിരൂർ. തുഞ്ചത്ത് രാമാനുജൻ മലയാളം സർവകലാശാല ആസ്ഥാനം തിരൂർ. കോഴിക്കോട് സർവകലാശാല ആസ്ഥാനം തേഞ്ഞിപ്പാലം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആസ്ഥാനം ആനക്കയം. മലബാർ സ്പെഷ്യൽ പോലീസ് ആസ്ഥാനം മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്ക് ആസ്ഥാനം മലപ്പുറം. കേരള വുഡ് ഇൻഡസ്ട്രീസ് ആസ്ഥാനം നിലമ്പൂർ. കേരള സ്റ്റേറ്റ് ഡിറ്റർജൻറ്റ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ആസ്ഥാനം കുറ്റിപ്പുറ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.